പിന്നെ കമ്പോസ്റ്റായി വരുന്നതിൽ യൂറിയൻ്റെ വാസനകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ചീച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ്. ബയോപിറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിൽ മണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വേപ്പ് നമ്മൾ ഒരിക്കലും ഞാൻ വയ്ക്കില്ല. അടുത്ത മലവേപ്പിൽ വള്ളി കിട്ടിയിട്ട് നമ്മൾക്ക് ഇത് ഒരു 7 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി പൊളിഞ്ഞു പോകും. പെപ്കോ പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുരുമുളക് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാൻ എടുക്കുന്ന ബയോപിറ്റ് എന്ന് പറയുന്ന ട്രീറ്റഡ് ആയിട്ടുള്ള കൊക്കോപിറ്റിനെ കുറിച്ചിട്ടും പിന്നെ അത് നമ്മൾ വേര് പിടിപ്പിക്കുന്ന ആ ഒരു രീതിയും വേര് പിടിച്ചതും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. പെട്ടെന്ന് നമുക്ക് കൂടുതൽ കുരുമുളക് വള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടും. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു കർഷകന് ഒരു വള്ളി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ കൂടയിലായിരിക്കും നമുക്ക് വള്ളി കിട്ടുക. അപ്പോൾ അതിൽ അവർ ഫംഗിസൈഡും പിന്നെ അതുപോലെ തന്നെ പല ഹോർമോണുകളും മരുന്നുകളും ഒക്കെ അടിച്ചു കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ഒരു കർഷകനൊരു വള്ളി നഴ്സറി ചെന്നാൽ കിട്ടുക. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല പരിപാടി. അപ്പോൾ നമുക്ക് അതുവേ അങ്ങനെ ഒരു വള്ളി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഈ കവറടക്കം മുക്കി വെച്ചിട്ട് പയ്യെ ആ വേരടക്കം ആ കുരുമുളകിൻ്റെ വള്ളീനെ എടുക്കുക. അതായത് ഇതുപോലെ പൊക്കി ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളവിടുത്തെ ഏത് കർഷകൻ്റെ മണ്ണാണോ ആ മണ്ണിൽ മേൽമണ്ണും ചാണകപ്പൊടിയും മാത്രം മതി. മേൽമണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഇതേപോലത്തെ ഒരു 8-6 കവറിലേക്ക് നമ്മൾ മാറ്റുക. പൊട്ടി മിശ്രിതം നിറച്ചിട്ട് ആ പൊട്ടി മിശ്രിതമായിരിക്കണം നമ്മൾ പറയുന്നത്. എന്നിട്ട് നിറച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു കാല് എക്സ്ട്രാ ഇട്ടിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ മരത്തിൽ തന്നെ വെക്കാം. മരത്തിൻ്റെ ചോട്ട് കൊണ്ടിട്ട് ഇതേപോലെ വെച്ചിട്ട് അവിടെ എത്തുമ്പോൾ എല്ലാവരും പറയും കുറേ കഴിഞ്ഞത് നുള്ളി കൊടുത്താൽ മതി. ഇപ്പോൾ PVC പൈപ്പിലിട്ടവരൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ തലപ്പ് നുള്ളി കൊടുത്താൽ മതി അവിടെ നിന്ന് കണ്ടികൾ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ കയറി വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ വേരുകൾ കണ്ടല്ലോ, ഈ വേരിലേക്ക് എത്തുമ്പോൾ നുള്ളി കളയേണ്ട ആവശ്യം. ഈ വേരിൻ്റെ പടലെത്തുമ്പോൾ നമ്മൾ ഈ കൊക്കോപിറ്റ് വെച്ചിട്ട് ഇവിടെ കെട്ടിക്കൊടുത്താൽ നമുക്കൊരു വള്ളി കിട്ടും. ഈ വള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് 2-3 കിട്ടും. അതും പിന്നെയും വെച്ച് കൊടുക്കുക. ഈ നാഗപ്പതി രീതിയിലാകുമ്പോൾ ഇവർ പറയും നമ്മൾ 4 മാസം നല്ലോണം പരിചരിച്ചിട്ടാണ് നമ്മൾ ഈ വള്ളി ആക്കുന്നത് പറയും. പക്ഷേ അത് എന്തുമാത്രം അവർ ആഴ്ചയിലും ഈ ഇത് കൊടുക്കുകയല്ലേ. അതുപോലെ തന്നെ നമ്മളതിൽ ഫംഗസീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ വളങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇത് അത്രയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെറിയൊരു നിസ്സാരം നമ്മളിവിടെ ഉണ്ടാക്കുന്ന പോലത്തെ വളങ്ങൾ ഉണ്ടാക്കുക. അത് നിങ്ങൾ ഇത് വള്ളികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു കർഷകന് ഈസിയിൽ കുരുമുളക് ഉണ്ടാക്കും. ഇതുകൊണ്ട് നമ്മൾ 1 മാസം കൊണ്ടാണ് ഈ രീതിയിലാക്കി വരുന്നത്. എത്ര പെട്ടെന്ന് വള്ളികളാകുന്നു. നമ്മൾ ഈ 8 കൂട്ടം പച്ചിലകൾ നമ്മൾ നേരത്തെ വിടുന്നത് അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിന് സ്പ്രേയും ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മൾ മേത്തായിട്ടുണ്ടെങ്കിൽ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അതിനെക്കൊണ്ട് വേറൊരു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് കുരുമുളക് വള്ളി നല്ല തഴച്ച് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വള്ളികളാക്കി എടുക്കുക. പെട്ടെന്ന് ആക്കിയെടുക്കുക ഒരു കൃഷിയിടത്തിൽ. നിങ്ങൾ വിചാരിക്കും നമ്മളെപ്പോഴും ഇതിങ്ങനെ കാണിച്ചത് കർഷകർ ഇതിൽ ചിലവരൊക്കെ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞത് നിങ്ങൾ പരിപാടി നല്ല പരിപാടിയാണ്. ചിലവർ അതിന് പറയും ഉടായ്പാണെന്ന് പറയും. പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉടായ്പാണ്. എത്ര തിക്കൻസിൽ നമ്മൾക്ക് ഇവിടെ കുരുമുളക് ഉണ്ടാക്കും, കാപ്പി ഉണ്ടാക്കും, കുരുമുളക് ഉണ്ടാക്കും. ഇതാണ് നമ്മൾ ബയോപിറ്റ്. ബയോപിറ്റിൽ നമ്മൾ ഇങ്ങനെ നിറയ്ക്കും. ഇത് ട്രീറ്റഡ് ആയിട്ടുള്ള കൊക്കോപിറ്റ് അല്ലേ? ഇത് വേര് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഏതൊരു കർഷകർക്കും പെട്ടെന്ന് കുരുമുളക് ആക്കുക. അപ്പോൾ അതിന് വേര് പിടിപ്പിക്കാവുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. ഇതിലിങ്ങനെ മണത്ത് നോക്കണി മണം ഉണ്ടാവില്ല. മറ്റേത് ഇതിൽ കമ്പോസ്റ്റായി വരുന്നതിൽ യൂറിയൻ്റെ വാസനകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ചീച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ്. വേര് പിടിപ്പിക്കാനൊക്കെ ഇത് തന്നെ വേണം. ഇതാണ് ബയോപിറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇതിൽ മണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നഴ്സറികളിൽ ചോദിച്ചാൽ കിട്ടും. ഇതിപ്പോ എത്രേന്റെ കവർ എടുക്കുന്നത്? ഇത് 6-7 വേണ്ടത്. ഇത് 5-7 ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ കെട്ടുക. ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ മുറുക്കി കെട്ടുക. ഇങ്ങനെ കെട്ടുക. നമ്മൾ കയറ്റവള്ളി വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് കയറ്റവള്ളി വേര് പിടിപ്പിക്കാൻ വേണ്ടി. ഇതാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിങ്ങനെ ഒന്ന് പയ്യെ വള്ളി കൊണ്ട് പൊളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനെ കറക്റ്റാക്കി വെക്കണം.
ഇങ്ങനെ ഇങ്ങനെ കെട്ടുക. ഈ ഒരു സ്റ്റേജിലുള്ള വേര് വേണം നമ്മൾ, ആ ഒരു സ്റ്റേജിലുള്ള വേര് വേണം. അത്ര വേണമെന്നില്ല, അതിന് ചെറുതായാലും കുഴപ്പമില്ല അല്ലേ? അല്ല, പക്ഷെ ഇതുപോലെ കറുക്കാൻ പാടില്ല അല്ലേ? കറക്കരുത്. ഇതാ ഇതിൻ്റെ ഈ പള്ളം ഇതെങ്ങനെ ആയിട്ട് കീറും, ഇങ്ങനെ കീറും. ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ നമ്മളെടുത്തിട്ട് ഇത് അധികം താത്തരുത്. ഈ കണ്ടീഷനിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ കണ്ടീഷനിൽ വയ്ക്കുക. ഇങ്ങനെ ഒറ്റ കെട്ടിയിട്ട് 1 മീറ്റർ ആവും ചെയ്യും, കണ്ണികൾ കൂടും. ഇങ്ങനെ ഒറ്റ കെട്ടി വെച്ച് ഇവിടെ അതാ കെട്ടി വേര് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തിലുള്ള ഇതിൻ്റെ വേരുകൾ, സൂപ്പർ വേരുകൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു വള്ളി നമ്മൾ ആദ്യം ഇതേപോലെ വന്നതിനാണ് എടുക്കുന്നത്. എടുത്ത് കട്ട് ചെയ്തിട്ട് വേര് പിടിച്ച് മാറ്റി. രണ്ടാം വട്ടം ഇത് കണ്ടോ 3 എണ്ണമാണ് ഉള്ളത്. ഏകദേശം എത്ര ഒരു വള്ളിയിൽ തന്നെ 5, 6 നമുക്ക് വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാലും മനസ്സിലാവും. ഇത് വേര് പിടിപ്പിച്ചോളൂ. ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. ഇതാണ്ടോ വേര് വരുന്നത്. ഇത് വേര് വരുന്നുണ്ടോ? ഇതിലിതാ 2 വള്ളികളാണ് വരുന്നത്. ഇതുണ്ടോ? അപ്പോൾ എത്ര 1, 2, 3, 4 വള്ളികളായില്ലേ. ഈ 4 വള്ളികൾ 1 മാസം കൊണ്ടാണ് നമുക്ക് വളർച്ച കിട്ടുക. പക്ഷേ ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് കർഷകർ വേറെ ആരുടെ എന്തെങ്കിലും കാണുമ്പോൾ അതിന് പിന്നാലെ മണ്ടും. അപ്പോൾ ഇതിന് താങ്ങാൻ പറ്റാതാവും വള്ളികൾക്ക്. അപ്പോൾ പല ഇത് വളങ്ങൾ വലിക്കാതെയും ഒക്കെ വരുമ്പോൾ പല കേടുകളും അതിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ശരിക്കും പഠിക്കാം. കുറ്റിക്കുരുമുളകാണ്. അപ്പം എല്ലാവരും പറയും കുറ്റിക്കുരുമുളക് ചെയ്തിട്ട് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല, കൂടുതൽ വിളവുകൾ നമുക്ക് കിട്ടില്ല, കുറച്ചേ ഉള്ളൂ എന്നുള്ള. അതല്ല, കൂടുതൽ വിളവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതിൻ്റെ പരിചരണം അതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് കുരുമുളക് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് തിരി ഇട്ട് തുടങ്ങി. തിരി ഇത് കണ്ടോ, തിരിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 1 വർഷം വരെ ആയിരിക്കും നമുക്ക് ഒരു ഇലയിൽ നിന്നും ഒരു തിരി വരിക. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ പഠിക്കണം. ഇവിടെ വന്നാൽ അത് പറഞ്ഞു തരും. ഇത് നമുക്കൊരു 15 അടി വരെയും കൊണ്ടുവരാം. ഒരു ലാഡറൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ കുറ്റിക്കുരുമുളക് ഒരു കണ്ണികൾ കൊണ്ടല്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടോ, എന്താ ഇതിൻ്റെ കരുത്ത് നോക്കൂ. ഇതൊരു കുറ്റിക്കുരുമുളകിൻ്റെ കരുത്താണ്. അപ്പോൾ ഇത് നമ്മൾ പുതിയത് പുതിയതാക്കിയതാണ്. ഇനി നമ്മൾ വരുന്നു. ഇത് കണ്ടോ കുറ്റിക്കുരുമുളക് തിരി. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കർഷകർക്ക് കൊടുക്കുമ്പോൾ എത്ര പോകുന്ന പോകുന്നതാണ് കൊടുക്കുക. ഇത്ര പോകുന്നത് തൈകളാണ് കൊടുക്കുക, ഇത്ര പോകുന്ന തൈകളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും അതിനനുസരിച്ച് ഉണ്ടാവും. ആ ഇനങ്ങൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇത് കണ്ടില്ല, അതിന്റെ കരുത്തുകൾ വരുന്നു. നോക്കുങ്ങൾ കരുത്ത് നോക്ക്. ഇപ്പൊ വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ വള്ളിക്കുരുമുളകാണെങ്കിൽ നമുക്ക് 1 വർഷത്തിലല്ലേ നമുക്ക് ഈൽഡ് കിട്ടുള്ളൂ. കുറ്റിക്കുരുമുളകാണെങ്കിൽ നമുക്ക് ഏത് 365 ദിവസവും കിട്ടും. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എങ്ങനെ ഇതിൽ തിരി വരികൾ എങ്ങനെ വരുന്നത്? സൂപ്പറായിട്ടാണ് തിരി വരുന്നത്. എല്ലാത്തിനും വരുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് നല്ലൊരു മഴ കിട്ടി. ഇന്നലെയാണ് മഴ കിട്ടിയത്. ഈ കാലാവസ്ഥ തിരിയിടുന്നതിന് ഒരു ഘടകമാണോ? അല്ല, അതല്ല. ഇത് കുറ്റിക്കുരുമുളകിന് വിഷയമല്ല. ഓവർ മഴ ആണെങ്കിൽ മാത്രം മണികൾ പൂമ്പൊടി ശക്തമായ മഴ ആണെങ്കിൽ. ഇതേ ഒരു മീഡിയം സൈസ് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പറായിരിക്കും. ഇതൊരൊറ്റ ഗ്രാഫ്റ്റുള്ള സംഭവമാണ്. ഇത് ഒരൊറ്റ ഒരു ഗ്രാഫ്റ്റേ ഉള്ളൂ. എത്ര വട്ടായി, എത്ര കിലോ നിങ്ങൾ വീട് നോക്കി നോക്ക്. ഇത് സംഭവം തിരി ചാടി തുടങ്ങുന്നുള്ളൂ. 5, 6 ഗ്രാഫ്റ്റ് അല്ല ഒന്നിൽ കൊടുത്തിരിക്കുന്നത്. കയറ്റവള്ളി ഇതുണ്ടോ, പല ഇതുണ്ടോ. ഇത് കുറച്ച് ഈ വലിപ്പമുള്ള വള്ളികളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത് തന്നെ കർഷകർക്ക് പെട്ടെന്ന് 1 മാസം കൊണ്ട് 1 മീറ്റർ ആക്കി എടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ വരുന്ന വള്ളികൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ നമുക്ക് കുറ്റിക്കുരുമുളകൾ കയറ്റവള്ളികളും ചെറുതും വലുതുമായിട്ടുള്ള ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇതൊക്കെ വേര് പിടിച്ച് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായത് കണ്ടോ.
കുരുമുളക് ഇത് തിരി വരാൻ സ്റ്റാർട്ടിങ് ആകുന്നുള്ളൂ, കയറ്റവള്ളിയാണ്. കാപ്പിയും കുരുമുളകും എങ്ങനെ ഉണ്ടാക്കുന്നത്, എത്ര ടൈറ്റിൽ കുരുമുളകും കാപ്പികളും എങ്ങനെ വരുന്നത് നമുക്ക് ഈ തോട്ടത്തിൻ്റെ നമ്മുടെ തോട്ടത്തിലെ മനസ്സിലാവും. ഇത്രയും അടിയിൽ ചോലേൻ്റെ ഉള്ളിൽ കുരുമുളക് തിരി വരുന്നതിൻ്റെ രംഗം കാണിക്കില്ല. ഇത്രയും ചോലേൻ്റെ ഉള്ളിൽ ഇത്രയും അടിയിൽ ഇതാ തിരി വരാൻ സ്റ്റാർട്ടിങ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് നോക്കി നോക്കും. ഇതാ തിരി വരുന്നത് 2 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഓരോ വള്ളികളും ഉള്ളത്. ഇത്രയും ഭംഗിയായിട്ട് കുറേ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചോലൻ്റെ ഉള്ളിൽ കുരുമുളക് ഉണ്ടാവില്ല. ഇത്രയും മരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മരങ്ങൾ പിന്നെ വളം വലിച്ചിട്ട് കുരുമുളക് ഉണ്ടാവില്ല, അതൊക്കെയാണ് പറയുന്നത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെ കുരുമുളക് ഉണ്ടാവും. ഇത്രയും ആ 20 സെൻറ്റ് സ്ഥലത്ത് 330 മരങ്ങളെങ്കിലും ഉണ്ട്. 330 മരമുണ്ട് കുരുമുളക്, ചെറുതും വലുതുമായിട്ട്. അതേപോലെ തന്നെ കാപ്പി ഉണ്ടായതിൻ്റെ അതിൽ പച്ചക്കറി എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒരു കൃഷിയിടത്തിൽ. അപ്പോൾ അടിയിലൊരു പണിയില്ല, അത് കാണിച്ചു കൊടുക്കും. എന്താണ്, ഇതാണ് തോട്ടത്തിൻ്റെ അടിഭാഗം. നമ്മളെ തോട്ടത്തിൻ്റെ അടിഭാഗം കരിയില കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തിട്ട് നമ്മൾ നിറഞ്ഞപ്പോൾ ഫുൾ കരിയിലയും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഫുള്ള് കരിയില വന്നു. ഇപ്പൊ ഈ മരങ്ങളാണെങ്കിൽ നമ്മള് കയറ്റവള്ളിക്ക് ഏതൊക്കെ മരങ്ങളാണ് ഏറ്റവും നല്ലത്? ഏത് മരങ്ങളും നമുക്ക് ഉപയോഗിക്കാം, ഏത് മരങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ അധികം ഏതാ ഉള്ളത്? ഇവിടെ അധികം എല്ലാ സാധനം ഉണ്ട്. പയ്യാനി ഉണ്ട്, ഇവിടുത്തെ പയ്യാനി കേട്ടോ, ഇവിടുത്തെ പയ്യാനി കൊമ്പ് ഇട്ടാൽ മതി. പ്ലാവുണ്ട്, പിന്നെ ചമ്പകുണ്ട്, മാവുണ്ട്. ഈ മലവേപ്പ് എന്ന് പറയുന്ന സാധനം മലവേപ്പില്ല, മലവേപ്പ് നമുക്ക് വേണ്ട. മലവേപ്പ് നമ്മൾ ഒരിക്കലും ഞാൻ വയ്ക്കില്ല. ഞാൻ ഇത് നേരത്തെ മലവേപ്പിൽ വള്ളി കിട്ടിയിട്ട് നമ്മൾക്ക് ഇത് ഒരു 7 വർഷം കഴിഞ്ഞാൽ ഇതിന്റെ തൊലി പൊളിഞ്ഞു പോകും. അപ്പം നമ്മൾ ഊർന്ന് ചാടി പോകും. പിന്നെ അത് മാത്രമല്ല, ഒരു കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ മഴ ആ ചപ്പിൽ വെള്ളം ഓവർ ആകുമ്പോൾ അത് ഒരു കാറ്റ് വന്ന് പൊട്ടിപ്പോവും, മരം പൊട്ടിപ്പോവും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിനൊരു പുഴു കയറും. ആ പുഴു കയറുമ്പോൾ പിന്നെ ഇത് ഒരു 7 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് ഒരു പൊങ്ങ് പോലെ ആവും, പൊത്തായി മാറാനും സാധ്യത കൂടുതലാണ്. എനിക്ക് ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. പയ്യാനിയിൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ പയ്യാനിയാണ് ഇവിടുത്തെ പയ്യാനിയാണിത്. ഇത് നമുക്കൊരു പയ്യാനിക്കാലിട്ട് ഇത് കണ്ടില്ല നമ്മൾ കൊടുത്ത് അപ്പം തന്നെ വേഗം ഒരു കഷ്ണം മുറിച്ചിട്ടാൽ മതി. അപ്പം തന്നെ നമുക്ക് കുരുമുളക് വള്ളി കയറി അപ്പം തന്നെ ഇടാം. തൈ വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനത്തെ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വളരും ചെയ്യും. ഇപ്പോഴത്തെ പയ്യാനിയാണ്. കഴിഞ്ഞ വർഷത്തെ വള്ളി ഇട്ട് തിരി വരാനാകുന്നുള്ളതിൽ പയ്യാനിയാണ്. 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് പയ്യാനിയിൽ റെഡി ആവും അല്ലേ? മരം ഈ റംബുട്ടാൻ തൈ ഇടുന്നത് ഗ്രാഫ്റ്റിംഗ് അല്ല, തൈ ഇടാം. തൈ വെച്ചിട്ട് അതിന് വള്ളി കൊടുക്കുക. അത് കണ്ടില്ലേ, ഇത് റംബുട്ടാനാണ്. നമ്മൾ ഇത് ഈ സൈഡ് ചോല വിട്ടിപ്പോൾ ഈ ഭാഗം ഒന്നായിട്ട് ഇതായിട്ട് ഒരു പയ്യാനിയാണ്. ഇത് കണ്ടോ, ഇഷ്ടമായ ഒരു പയ്യാനി മരമാണ് ഇത്. അതിനകത്ത് കയറി കിടക്കേണ്ട വള്ളിയാണ്. തിരി സ്റ്റാർട്ടിങ് ആയിട്ടില്ല, വരുന്നേ ഉള്ളൂ തിരി ചാടാൻ. ഇത് അത്തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തത് 5ാം വർഷമാണ്. 5ാം വർഷമാണത്. ഇത് ഒരു 25 അടി ആയിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വള്ളികൾ കംപ്ലീറ്റ് നമ്മൾ തിപ്പല്ലിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്തത്. ആ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗങ്ങളാണിത്. ഇതുകൊണ്ട് എത്ര വർഷം വേണമെങ്കിലും അങ്ങനെ ഒരു കേടും ഇല്ലാണ്ട് നമുക്ക് കൊണ്ടുവരാൻ വരുന്നുള്ളൂ. തിരിയിടാൻ തുടങ്ങുന്നു. ഒരാൾ പൊക്കതാക്കിയ വള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇതാ തിരി വന്ന് പെട്ടെന്ന് തന്നെ ഇതാവും. ഒരാൾ പൊക്കത്ത് തിരി സ്റ്റാർട്ട് ചെയ്തു. ഇതവിടെ കണ്ടു പയ്യാനിയിൽ നമ്മളിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ വർഷത്തെ വള്ളി കേട്ടോ, ഒരു 3 മാസം മുന്നിട്ട വള്ളികളാണിത്. അത് 1 മീറ്റർ ഒരാൾ പൊക്കമുള്ള വള്ളിയാണ് ഇട്ടത്. അന്നേരം തിരി ഇങ്ങനെ ആയി. ഇതാ മുരിക്കിട്ടു നമ്മൾ വള്ളി ഇട്ടു. ഇതാ ഒരു മുരിക്ക് ഇതാ പെട്ടിട്ടുള്ളൂ. ഇത് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം തന്നെ വള്ളിയും കൊടുത്തിട്ടുണ്ട്. മുരിക്കിട്ടു, അതിനകത്ത് വള്ളി കൊടുത്തു. ഇതാ തിരി വീണു. ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്ന കർഷകർക്ക് വേഗം കുരുമുളകാകണം എന്നുള്ളത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി പെപ്കോഫ്ലാൻഡ് വീണ്ടും എത്തുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാം. പുതിയ വീഡിയോകൾ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.